നിഹാൽ സ്പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. 2026 IPL സീസണിലെ 10 ടീമുകളിലെ അവരുടെ ഏറ്റവും മികച്ച താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാനും. അപ്പോൾ ആദ്യം നമുക്ക് CSK ചെന്നൈ സൂപ്പർ കിങ്സിനെ നമുക്ക് പരിശോധിക്കാം. അവരുടെ മികച്ച താരമായ MS ധോണിയുടെ അഭാവത്തിൽ ആ ഒരു സ്ഥാനം അലങ്കരിക്കാൻ സഞ്ജു സാംസണെയാണ് ഇവിടെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം മലയാളികളുടെ പ്രിയ താരവും T20 വേൾഡ് കപ്പിലെ മിന്നുന്ന പ്രകടനവും കാരണമാണ് അദ്ദേഹം ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്തത് നമുക്ക് മുംബൈ ഇന്ത്യൻസിനെ നമുക്ക് നോക്കാം. മുംബൈ ഇന്ത്യൻസിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് താരങ്ങളുണ്ട്. മുംബൈ ഇന്ത്യൻസിലെ നമുക്ക് ആരെ പറയണം? ഹർദിക് പാണ്ഡ്യ ഉണ്ട്, സൂര്യകുമാർ യാദവ് ഉണ്ട്, തിലക് വർമ്മയുണ്ട്, രോഹിത് ശർമ്മയുണ്ട്, ക്ലിൻറ്റൺ ഡീകോക്ക് ഉണ്ട്, റിയാൻ റിക്കൾട്ടൺ ഉണ്ട്. അങ്ങനെ ഒരുപാട് താരങ്ങളാണ് മുംബൈയിലുള്ളത്. പക്ഷെ അതിൽ ഒരാളിനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ നമന്തിരിനെയായിരിക്കും. സൂര്യകുമാറിൻ്റെ ഫോം ഔട്ടും ഹർദിക് പാണ്ഡ്യയുടെ മോശം ക്യാപ്റ്റൻസിയും തിലക് വർമ്മയുടെ മോശം പ്രകടനവും രോഹിത് ശർമ്മയുടെ അഭാവവും ടീമിനെ വല്ലാതെയിട്ട് സങ്കടപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യനായ വ്യക്തി അത് നമന്തിറാണ്. അടുത്തത് നമുക്ക് നോക്കിയാൽ RCBയുടെ പട്ടിക നമുക്ക് പരിശോധിച്ചാൽ RCBയുടെ ഏറ്റവും മികച്ച താരം അത് അവരുടെ കിങ് കോഹ്ലി, വിരാട് കോഹ്ലിയാണ്. അതിൽ ഇനി ഇന്ത്യൻ ടീമിൽ ചോദിച്ചാൽ പോലെ ഇന്ത്യൻ ടീമിൽ ചോദിച്ചാൽ പോലെ നമ്മൾ വിരാട് കോഹ്ലിയാണ് പറയുക. കാരണം അദ്ദേഹമാണല്ലോ ക്രിക്കറ്റിനെ വളർത്തിയെടുത്ത ഒരു ഇതിഹാസം. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ നമ്മൾ പറയുള്ളൂ വിരാട് കോഹ്ലി. ഇനി നമുക്ക് അടുത്തത് പഞ്ചാബ് കിങ്സിൻ്റെ കണക്കെടുത്ത് നോക്കാം. സാക്ഷാൽ അവരുടെ ക്യാപ്റ്റൻ ശ്രേയാസ് അയ്യർ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. മികച്ച ബാറ്റിംഗ് പെർഫോമൻസും മികച്ച ഫീൽഡിങ്ങും ഇൻ്റലിജൻ്റ് ബ്രെയിനും കാരണം അദ്ദേഹം മികച്ച ബാറ്റിങ്ങും ഗ്രീസിൽ തീ പടർത്തുകയാണ്. പഞ്ചാബിന് ഇനിയൊരു യുവതാരം വന്നാൽ ഇങ്ങനെ ചെയ്യില്ല. പഞ്ചാബിനെ KL രാഹുൽ നയിച്ചിട്ടുണ്ട്, യുവരാജ് സിംഗ് നയിച്ചിട്ടുണ്ട്, ശിഖർ ധവാൻ നയിച്ചിട്ടുണ്ട്. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഒരു വ്യക്തി നയിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഫോർമാറ്റിലും ഏത് കീപ്പർ ക്യാച്ചിലായിക്കോട്ടെ, ഫീൽഡിങ്ങിലായിക്കോട്ടെ, ബാറ്റിങ്ങിലായിക്കോട്ടെ, ബ്രെയിനിലായിക്കോട്ടെ, ക്യാപ്റ്റൻസിയിലായിക്കോട്ടെ അദ്ദേഹത്തിന് മികവ് വേറെ ലെവൽ തന്നെയാണ്. അതാണ് ഈ ലിസ്റ്റിൽ അദ്ദേഹം വന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ലിസ്റ്റിൽ നോക്കിയാൽ അവരുടെ നായകൻ ശുഭ്മാൻ ഗില്ല് തന്നെയാണ്. അതിലൊരു സംശയവുമില്ല, ശുഭ്മാൻ ഗില്ല് തന്നെയാണ്. എന്തുകൊണ്ട് ശുഭ്മാൻ ഗിൽ വന്നു? അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ആണ്. ക്യാപ്റ്റൻ്റെ പെർഫോമൻസ് അല്ല, ബാറ്റിംഗ് പെർഫോമൻസ്. ഏത് ഘട്ടത്തിലായിക്കോട്ടെ ടീമിനെ വിജയിപ്പിക്കാൻ ശേഷിയുള്ള താരമാണ് അദ്ദേഹം. ടീം തരം താഴ്ത്തൽ ഭീഷണിയിലുള്ളപ്പോൾ എഴുന്നേറ്റ് ഉയർത്താൻ കഴിയുന്ന ഒരു ബാറ്റർ, ഹിറ്ററാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ ഗുജറാത്തിൻ്റെ ടീമിലെ മികച്ച താരമായി ഇദ്ദേഹം വന്നത്. ഇനി അടുത്തത് നമുക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നമുക്ക് പരിശോധിക്കാം. അജിൻക്യ രഹാനെ, ഫിൻ അലൻ, ടീം സൈഫർട്ട്, രച്ചിൻ രവീന്ദ്ര, ഗിരീഷ് രഘുവൻഷി, അജിൻക്യ രഹാനെ മുതൽ ഒരുപാട് താരങ്ങൾ ഉണ്ടെങ്കിലും അവരിൽ ഒരാളെ തിരഞ്ഞെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ സ്വന്തം റിങ്കു സിങ്ങിനെ തന്നെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഈ IPL സീസൺ അവർക്ക് മോശം തുടക്കമായിരുന്നു ആദ്യം നൽകിയത്. പക്ഷേ ആ മോശം തുടക്കത്തിൽ വിജയ വഴിയിലേക്ക് ഉണർത്തെഴുന്നേൽപ്പിച്ചത് അവരുടെ വൈസ് ക്യാപ്റ്റൻ റിങ്കു സിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ റിങ്കു സിങ്ങിനെ KKRൻ്റെ മികച്ച താരമായി തിരഞ്ഞെടുത്തത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇനി ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ അതിൽ മിച്ചൽ മാർഷ്, ഋഷഭ് പന്ത്, നിക്കോളസ് പുരൻ, അബ്ദുൽ സമദ് അങ്ങനെ കുറച്ച് നിരകളുണ്ടെങ്കിൽ അതിലെ ഏറ്റവും മികച്ച താരത്തെ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിത്തിരി പ്രയാസമാണ്. അപ്പോഴും ഞാൻ അതിൽ നിന്നും ഏറ്റവും ഒരു മികച്ച താരത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രോട്ടീസ് നായകനായ എഡൻ മാർക്രമിനെ.
ബാറ്റിങ്ങിൽ ഹോട്ട് ഫോമാണ് അദ്ദേഹം. ലക്നൗവിനെ ഇത്രത്തോളം പേര് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അല്ലാതെ ഋഷഭ് പന്തിൻ്റെ ക്യാപ്റ്റൻസി അല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാറ്റിംഗ് മികവും റൺസുമാണ് ഇത്തിരിയെങ്കിലും ലക്നൗവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ലക്നൗവിൻ്റെ മികച്ച താരമായി എഡൻ മാർക്രമിനെ തിരഞ്ഞെടുത്തത്. ഇനി ഈ ലിസ്റ്റിൽ രാജസ്ഥാൻ റോയൽസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ കുറച്ച് കഷ്ടമാണ്, അതിലാരെ പറയണമെന്ന് കുറച്ച് കഷ്ടമാണ്. വൈഭവ് സൂര്യവംശി, യശസ്വി ജയ്സ്വാൾ, ധ്രുവ് ജുരൽ, റിയാൻ പരാഗിനെ ഞാൻ പറയില്ല, കാരണം അദ്ദേഹം മോശം പ്രകടനമാണ്. അത് കാരണം റിയാൻ പരാഗ് വരില്ല. പിന്നെ ഡൊണോവൻ ഫെരേര, രവീന്ദ്ര ജഡേജ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിലും അതിൽ ഞാൻ തിരഞ്ഞെടുക്കുന്നത് രവീന്ദ്ര ജഡേജയാണ്. വൈഭവ് സൂര്യവംശി എന്തുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തില്ല? അതിനേക്കാൾ മികച്ചൊരു താരം രവീന്ദ്ര ജഡേജയുണ്ട്. അത്യാവശ്യ ഘട്ടത്തിൽ ഫീൽഡിങ്ങിലായിക്കോട്ടെ, ബാറ്റിങ്ങിലായിക്കോട്ടെ, ബൗളിങ്ങിലായിക്കോട്ടെ, ഇത് ഫോർമാറ്റിലായാലും ശരി ടീമിനെ എനിക്ക് വിജയിപ്പിക്കണമെന്ന് ഒറ്റ മനസ്സുകൊണ്ട് അദ്ദേഹം കളിക്കും. പിന്നെ വൈഭവിനേക്കാൾ ലെജൻഡറി പ്ലെയറാണ്, ക്രിക്കറ്റിൻ്റെ ലെജൻഡറി പ്ലെയറാണ് രവീന്ദ്ര ജഡേജ. അതുകൊണ്ടാണ് രാജസ്ഥാൻ്റെ ഏറ്റവും മികച്ച താരമായി ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. ഇനി അവസാന ടീമായ ഡൽഹിയിലെ ഏറ്റവും മികച്ച താരം ഒരു സംശയമില്ല, അവരുടെ ഓപ്പണർ KL രാഹുൽ തന്നെയാണ്. അതിൽ പിന്നെ ആരെയും പറയാൻ അത്രയില്ല. പതും നിസാങ്കയുടെ ഫോമും പിന്നെ നിതീഷ് റാണയുടെ ഫോമും പിന്നെ അക്സർ പട്ടേലും അതൊന്നും ഒരു ഇതായിട്ട് വരില്ല. ഡൽഹിയുടെ പ്ലേയേഴ്സ് പൊതുവെ സ്ട്രോങ് ഇല്ലാത്തൊരു പ്ലേയേഴ്സാണ്. പിന്നെ അവരുടെ രണ്ട് മധ്യനിര താരങ്ങളുണ്ട്, ട്രിസ്റ്റൻ സ്റ്റെപ്സും ഡേവിഡ് മില്ലറും. അതിനേക്കാൾ മികച്ചത് KL രാഹുലിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഡൽഹിയുടെ ഏറ്റവും മികച്ച താരം KL രാഹുൽ. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റിലൂടെ പറയൂ. വീണ്ടും ഒരു വീഡിയോയായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.